നമസ്കാരം, ജയന്തിനത്തിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ കുറേ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുതിയ ആളുകളാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകൾ, ഇനി വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു അവധി ദിവസം ഞാൻ ചിമ്മിനി ഡാമിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുക, ആ വീഡിയോകളൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്കങ്ങോട്ട് പോവാം. ഓക്കെ. ഡാം നിർമ്മിച്ചത് 1996 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ മാക്സിമം വാട്ടർ ലെവൽ 179.24 ഫുൾ റിസർവ് എടുക്കുന്നത് 176.78. ഇതിൽ കൂടെ ഇപ്പോൾ ജലസേചന, വൈദ്യുതി ഒക്കെ ഇതിൽ കൂടെ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് മുന്നേ അത് വൈദ്യുതിയും കൂടി ആലോചിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക്, ഈ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. മറ്റുള്ള പഞ്ചായത്തുകളിലുള്ള ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഈ വെള്ളം കൊണ്ടാണ് കുറുമാലിപ്പുഴയിലൊക്കെ ജലസേചന ഇതുകൾ ചെയ്യുന്നത്. കുടിവെള്ളം എത്തിക്കാനും അതുപോലെ തന്നെ കൃഷി ചെയ്യാനും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ കഴിയുന്നത് ഈ ഡാമുള്ള കാരണമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള വേനൽക്കാലങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാവുമായിരുന്നു. ഈ ഡാമുള്ള കാരണം അത് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ കുറേയെങ്കിലും ഒരു പരിധി വരെ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഏറ്റവും ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വൈദ്യുതി പദ്ധതിയും കൂടി 2 മെഗാവാട്ടിൻ്റെ വൈദ്യുതി പദ്ധതി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വൈദ്യുതിയും കിട്ടുന്നുണ്ട്, ജലസേചനം, കുടിവെള്ളം, ഇതൊക്കെ ഈ ഡാം കാരണം ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഒരു ഡാം ഉണ്ടാകുമ്പോൾ ഉള്ള ഗുണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിനെ ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ്. പിന്നെ ഈ 2018 നടന്ന പ്രളയത്തിലൊക്കെ അതിൻ്റെ കുറേയെങ്കിലും തീക്ഷ്ണമായ ഇതുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ. പലരും ക്യാമ്പുകളിലായിരുന്നു. ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ഒഴിഞ്ഞു പോകേണ്ടി വന്നു. നിങ്ങളൊക്കെ വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും, ചിമ്മി ഡാം തുറന്നു, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിഭീകരമായ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വീണ്ടും പഴയപടിയിലേക്ക് കൊറോണ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ജനങ്ങൾ സാധാരണ നിലയിലേക്ക് പോകും. 2000 ഇവിടെ വരുന്നത്. 2000 ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഡാം ഉണ്ടായതിന് ശേഷം ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. ഡാമിനെ കുറിച്ച് സ്വന്തം നാട്ടിലൊരു ഡാം ഉണ്ടായിട്ട് പോയിട്ട് കാണുന്നത് 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2000 ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആ ബ്യൂട്ടി ഇപ്പോഴും കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും കൂടി ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു കാഴ്ചകളുണ്ടല്ലോ. ഇപ്പോൾ പലരും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല കാഴ്ചകൾക്ക് ഡാമുകളൊക്കെ പോയി കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാഴ്ചകളാണ്. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഡാം ഉണ്ടായിട്ട് കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളിത് കാണിക്കുന്നത്. ഈ ഡാം അത് നിങ്ങൾക്ക് ഈ വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്. ഓക്കെ, ഇപ്പോൾ അത് നിങ്ങൾ വന്ന് കാണൂ. അത് നല്ലൊരു കാഴ്ചയായിരിക്കും.